ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ മഹോത്സവമായ മഹാകുംഭമേളയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബാങ്കോക്കിന്റെ ആകാശത്ത് 13,000 അടി ഉയരത്തിൽ മഹാകുംഭമേളയുടെ വരവ് ലോകത്തെ അറിയിച്ചുകൊണ്ട് ഒരു പതാക പാറിപ്പറന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയാണ് ഈ ദൃശ്യങ്ങൾ. പ്രയാഗ്രാജ് സ്വദേശിനിയും സ്കൈ ഡൈവറുമായ അനാമികയാണ് ഈ ഹൈന്ദവ മഹോത്സവത്തിന്റെ വരവ് ലോകത്തെ ഇപ്പോൾ അതിസാഹസികമായി അറിയിച്ചിരിക്കുന്നത്. കുംഭമേളയുടെ പതാകയുമായി ആകാശത്ത് പറന്നെത്തുന്ന അനാമികയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു. ഭൂമിയിൽ നിന്ന് 13,000 അടി ഉയരത്തിൽ നിന്നായിരുന്നു അനാമിക പതാക ഉയർത്തിയത്. ജനുവരി 8-നായിരുന്നു സ്കൈ ഡൈവർ കൂടിയായ അനാമികയുടെ ഈ സാഹസികതയും. ഇതിലൂടെ മഹാകുംഭമേളയിലേക്ക് ലോകമെമ്പാടുമുള്ളവരെ ക്ഷണിച്ചിരിക്കുകയാണ് അനാമിക. അനാമികയുടെ ഈ പ്രകടനമാകട്ടെ ഇന്ത്യക്കിപ്പോൾ ഏറെ അഭിമാനകരമായി മാറിയിരിക്കുന്നു. അതേസമയം 12 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം ഒരു സവിശേഷമായ ജ്യോതിഷ മുഹൂർത്തത്തിലാണ് ഇക്കുറി മഹാകുംഭമേള നടക്കുന്നത്. ഇത് ഇത്തവണ കുംഭമേളയെ ഏറെ സവിശേഷപ്പെട്ടതാക്കുന്നു. ഇതാദ്യമായിട്ടാണ് അനാമിക ആകാശത്തു നിന്നും പതാക പറത്തുന്നത്. നേരത്തെ തന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിലും അനാമിക ഇത്തരത്തിൽ ആകാശത്ത് പതാക ഉയർത്തിയിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമാണ് മഹാകുംഭമേള നടക്കാൻ പോകുന്നത്. മഹാകുംഭമേള അപകടരഹിതമായി നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങളൊക്കെയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ ഒരുക്കുന്നത്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ തടയുന്നതിനായി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അഗ്നിശമന സേനാംഗങ്ങളുടെയും പ്രത്യേക അഗ്നിശമന വാഹനങ്ങളുടെയും ഒക്കെ എണ്ണം സർക്കാർ ഗണ്യമായി തന്നെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല തീപിടുത്തത്തിനുള്ള സാധ്യത നിരീക്ഷിക്കാൻ AI ഫയർ ഡിറ്റക്ഷൻ ക്യാമറകൾ ഉൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങളും വിന്യസിക്കുന്നുണ്ട്. മഹാകുംഭമേള ഒരു സീറോ ഫയർ ഇവന്റായി നടത്തുക എന്നതാണ് ഇപ്പോൾ യോഗി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അത് 2 മിനിറ്റിനുള്ളിൽ തടയുക എന്ന നിർദ്ദേശമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതും. ഇതിനായി ഓരോ സെക്ടറിലും അഗ്നിശമന സേനാംഗങ്ങൾ നിലയുറപ്പിക്കും. പ്രത്യേക പരിശീലനം ലഭിച്ച 200 റെസ്ക്യൂ ടീമുകളും 5000 പ്രത്യേക അഗ്നിശമന ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. AI ഫയർ ഡിറ്റക്ഷൻ ക്യാമറകൾ കൺട്രോൾ റൂമിലേക്ക് തൽക്ഷണം അലർട്ടുകൾ അയക്കും. മഹാകുംഭമേളയിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പ്രയാഗ്രാജിൽ തന്നെ ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല 2019 മഹാകുംഭമേളയെ അപേക്ഷിച്ച് 2025 കുംഭമേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ വാഹനങ്ങളുടെയും ഒക്കെ എണ്ണം കൂടുതലായിരിക്കുമെന്നും ചീഫ് ഫയർ ഓഫീസർ അറിയിക്കുന്നു. 2019 43 താൽക്കാലിക ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ അത് ഇത്തവണ 50ആയി ഉയരുന്നു. താൽക്കാലിക ഫയർ പോസ്റ്റുകളുടെ എണ്ണം 15-ൽ നിന്ന് 20ആയും ഫയർ വാച്ച് ടവറുകൾ 43-ൽ നിന്ന് 50ആയിട്ടും ഉയരുന്നു. അതുകൊണ്ട് 7000 ഫയർ ഹൈഡ്രക്റ്റുകൾ സ്ഥാപിക്കും. 2019 അത് 4200 ആയിരുന്നു. ഫയർ റിസർവ് വാട്ടർ ടാങ്കുകളുടെ എണ്ണം ഇരട്ടിയാക്കും. 2019 1551 ഉദ്യോഗസ്ഥരെ വിന്യസിച്ച സ്ഥാനത്ത് ഈ വർഷം അത് 2071ആയി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 166 നിന്ന് 351ആയി വർദ്ധിപ്പിച്ചെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2013 നടന്ന കുംഭമേളയിൽ 612 തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ 6 പേർ മരണപ്പെടുകയും 15 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ 2019 നടന്ന കുംഭമേളയിൽ 55 തീപിടുത്ത സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും മരണങ്ങളോ പൊള്ളലേറ്റതുമായി ബന്ധപ്പെട്ട പരിക്കുകളോ ഒന്നും ഉണ്ടായില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.